67 വർഷക്കാലം കുളിക്കാത്ത നനയ്ക്കാത്ത ഒരു മനുഷ്യൻ. മൃഗങ്ങളുടെ വിസർജനം ഉണക്കി പുകവലിക്കുന്ന ഒരു ജന്മം. വിസർജിച്ചാൽ പോലും വെള്ളം കൈകൊണ്ട് തൊടാത്ത ആ വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര നാൾ കുളിക്കാതിരിക്കാൻ കഴിയും? ഒരു ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച? എന്നാൽ 67 വർഷമായി കുളിച്ചിട്ടില്ലാത്ത വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനുണ്ടായിരുന്നത് ഇറാനിലെ ഡജ്ഗ്ര ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അമോ ഹാജി എന്നാണ്. കുളിക്കാത്ത, നനയ്ക്കാത്ത, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജീവിച്ച ആ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനെന്ന് ആരെങ്കിലും കളിയാക്കി പറഞ്ഞാൽ തന്നെ വിഷമിക്കുന്ന നമുക്കിടയിലാണ് വൃത്തിഹീനത അലങ്കാരമായി കൊണ്ടു നടന്ന അമോ ഹാജി ജീവിച്ചത്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന റെക്കോർഡും ഇയാൾക്ക് സ്വന്തമാണ്. എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് വെള്ളത്തിനോട് ഇത്ര അലർജി എന്ന് പലരും അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കുളിച്ചാൽ താൻ രോഗിയാകും എന്ന തോന്നലിലാണ് അമോ ഹാജി കുളി ഉപേക്ഷിച്ചത് എന്നാണ് മറുപടി നൽകിയതത്രേ. കുട്ടിക്കാലത്ത് അയാൾ കുളിക്കാറുണ്ടായിരുന്നു. എന്നാൽ വളർന്നതോടെ ആ ശീലം പാടെ ഒഴിവാക്കി. അതിനുശേഷം ഒരു ചെറിയ രോഗം പോലും അയാളെ അലട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. കുളി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ദേഹം വൃത്തിയാക്കലും അയാൾ പാടെ ഒഴിവാക്കി എന്നതാണ് സത്യം. വിസർജനത്തിന് ശേഷം വൃത്തിയാക്കാൻ പോലും ഇയാൾ വെള്ളം ഉപയോഗിക്കാറില്ലത്രേ. കുളിക്കുന്ന കാര്യത്തിൽ വെള്ളത്തിനോട് അലർജി ഉണ്ടെങ്കിലും ദിവസവും 5 ലിറ്റർ വെള്ളം കുടിക്കുന്ന വ്യക്തിയായിരുന്നു അമോ ഹാജി. വൃത്തിയില്ലാത്ത അമോ ഹാജിയുടെ ഏക വിനോദം പുകവലിയാണ്. സാധാരണ നമ്മൾ കരുതുന്നത് പോലെ പുകയില ഇട്ടല്ല അമോ ഹാജിയുടെ വലി. ഇവിടെ പുകയിലയ്ക്ക് പകരം അദ്ദേഹം ഉപയോഗിക്കുന്നത് മൃഗങ്ങളുടെ വിസർജ്യമാണ്. വിസർജ്യം ഉണക്കി അത് പുകക്കുഴലിൽ നിറച്ചാണ് പുകവലിക്കുന്നത്. ഇത് തനിക്ക് മാരകലഹരി സമ്മാനിക്കുന്നുണ്ടെന്നാണ് അയാൾ പിന്നീട് പറഞ്ഞത്. അഴുക്കിൽ മുങ്ങിയ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചാണ് അയാൾ സ്ഥിരമായി പ്രത്യക്ഷപ്പെടാറ്. ഒപ്പം പണ്ടത്തെ ഭടന്മാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു ഹെൽമറ്റും ഉണ്ടാകും. തലയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഹെൽമറ്റ് സ്ഥിരമാക്കിയതെന്നാണ് അയാൾ പറയുന്നത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് പ്രത്യേകം നിർമ്മിച്ച കുഴികളിലാണ് അമോ ഹാജിയുടെ താമസം. കുളിക്കാത്ത ഈ മനുഷ്യൻ അപ്പോഴും നാട്ടുകാരുടെ പ്രിയപ്പെട്ട അമ്മോ ഹാജിയാണ്. ചെറുപ്പത്തിൽ വൈകാരികമായ ഏറെ തിരിച്ചടികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിൽ പിന്നെയാണ് അദ്ദേഹം ഏകാന്ത ജീവിതത്തിലേക്ക് കടന്നത്. കാര്യം എന്തുതന്നെ ആയാലും അദ്ദേഹത്തെ ഗ്രാമവാസികൾ ഒരിക്കൽ പോലും കുളിച്ചു കണ്ടിട്ടില്ല. അവരുടെ ഓർമ്മകളിലെല്ലാം അമോ ഹാജി കുളിക്കാതെ പൊടി പിടിച്ച് തന്നെയാണ് കിടന്നത്. ദജ്ഗ ഗ്രാമത്തിലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കരി പിടിച്ച ഒരു കുടിലിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ഭക്ഷണമായി പലപ്പോഴും വാഹനങ്ങൾ ഇടിച്ച് ചത്ത മൃഗങ്ങളെയാണ് ഉപയോഗിച്ചത്. പുകവലിക്കായി മൃഗങ്ങളുടെ ഉണങ്ങിയ വിസർജ്യവും ഒപ്പം കരുതുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടെ കണ്ണാടി നോക്കണമെന്ന കാര്യത്തിൽ അമോ ഹാജിക്ക് നിർബന്ധമുണ്ട്. കണ്ണാടി നോക്കിയാണ് താടിയും മുടിയും ഒത്തിരി വളർന്നോ എന്ന് അയാൾ മനസ്സിലാക്കുന്നത്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ കണ്ണാടികളിലാണ് അമോ ഹാജി തന്റെ മുഖം നോക്കുന്നത്. നമുക്ക് ആ മുഖം ശുചിത്വമില്ലാത്തതായാലും അയാൾക്കതൊരു സുന്ദരമായ മുഖമാണല്ലോ. താടിയും മുടിയും ഒക്കെ ഒരുപാട് വളർന്നെന്ന് കണ്ടാലുടൻ അതൊക്കെ മുറിക്കും. അതിലും അല്പം വ്യത്യസ്ത പുലർത്തുന്ന ആളാണ് അയാൾ. തീ ഉപയോഗിച്ചാണ് താടിയും മുടിയും ഒക്കെ കരിച്ചു കളയുക. കുളിയും നനയും ഇല്ലാത്ത ഈ മനുഷ്യൻ ഒരു ഏകാന്തവാസിയാണെന്ന് പറഞ്ഞല്ലോ. വൃത്തിഹീനമായ ശരീരവും അസഹ്യമായ ദുർഗന്ധവും കാരണം ഗ്രാമവാസികൾ വലിയ അടുപ്പം ഇയാളോട് കാണിക്കാറുമില്ല. എന്നാൽ അമോ ഹാജിയെ കാണുമ്പോൾ അവർ കൈവീശി കാണിക്കും. അയാൾക്കും അതായിരുന്നു ഇഷ്ടം. ഒരിക്കൽ ആ ഗ്രാമത്തിലൂടെ കടന്നുപോയ ഒരു സഞ്ചാരിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. തരിശുഭൂമിയിൽ അദ്ദേഹം അലിഞ്ഞു ചേർന്നു എന്നും നിശ്ചലമായിരിക്കുമ്പോൾ ഒരു പാറയോട് സാമ്യമുണ്ടു എന്നൊക്കെയായിരുന്നു സഞ്ചാരി നൽകിയ വിശേഷണങ്ങൾ. ദാഹിക്കുമ്പോൾ മലിനജലമോ തുരുമ്പിച്ച ഓയിൽ ക്യാനുകളിലെ വെള്ളമോ കുടിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതോടെയാണ് ലോകം ആ വൃത്തികെട്ട മനുഷ്യനെ കാണുന്നത്. കുറിപ്പിന് പിന്നാലെ അമോ ഹാജി ലോക പ്രശസ്തനായി. 60 വർഷത്തിലേറെയായി അദ്ദേഹം വെള്ളവും സോപ്പും ഉപയോഗിച്ച് കുളിച്ചിട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ തങ്ങളുടെ ഗ്രാമവാസിയാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞതോടെ ഗ്രാമവാസികൾക്കത് വലിയ പ്രശ്നമായി. ഒടുവിൽ 94 വയസ്സുള്ള ആ മനുഷ്യനെ ഗ്രാമവാസികൾ ചേർന്ന് കുളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. 70 വർഷക്കാലം വെള്ളം വീഴാത്ത ആ ശരീരത്തിലേക്ക് 2022 ഒക്ടോബറിൽ ഗ്രാമവാസികൾ വെള്ളമൊഴിച്ചു. ഗ്രാമത്തിലെ വലിയ ആഘോഷമായിരുന്നു ആ ദിനം. അദ്ദേഹത്തെ പിടിച്ചിരുത്തി ശരീരത്തിലേക്ക് വെള്ളം കോരി ഒഴിച്ചു. സോപ്പിട്ട് നന്നായി കഴുകി. വർഷങ്ങളായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് ഉരുകിപ്പോയി. അവസാനം അയാളുടെ യഥാർത്ഥ നിറം പുറത്തു വന്നു. വർഷങ്ങളുടെ അഴുക്ക് ഇളകിപ്പോക്കി. പക്ഷേ അത്ര നാളും കുളിക്കാതെ തൻ്റെ ശരീരത്തെ രോഗത്തിൽ നിന്നും രക്ഷിച്ച ആ മനുഷ്യൻ കുളി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ തൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് എന്നേക്കുമായി കണ്ണുകളടച്ചു. ഈ മനുഷ്യനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.